ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്വാദിഷ്ടമായൊരു അവൽ പായസമാണ്. അതിനായി ഒരു ചീനിച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കശുവണ്ടി, മുന്തിരിങ്ങ ഇത് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നമുക്ക് അതേ ചീനിച്ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ താരമായ അവലിനെ നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ആ ചീനിച്ചെടിയിൽ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാരയെ നന്നായിട്ട് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഉരുകി വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. ഇതാ നമ്മുടെ പഞ്ചസാര ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഈ പഞ്ചസാര ലായനി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അതിന് മുന്നേ നമ്മൾ കുറച്ച് ചവ്വരി എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചസാര ലായനിയും പാലും തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ചവ്വരി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചവ്വരി നന്നായിട്ട് വേവണം. നന്നായിട്ട് വെന്താലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുവരെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അവല് കൂടി അതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പ്രത്യേകം അടി പിടിക്കാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കാരണം ചില ആൾക്കാർക്ക് മധുരം കൂടുതൽ വേണം, ചില ആൾക്കാർക്ക് മധുരം കുറച്ച് മതി. അപ്പോൾ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.